ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദ മമ്മി റിട്ടേൺസ് എന്ന സിനിമയുടെ കഥയാണ്. അപ്പം മമ്മിയുടെ ആദ്യത്തെ ഭാഗം എല്ലാവരും കണ്ടതാണല്ലോ. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ ഭാഗം കാണാൻ ശ്രമിക്കുക. കാരണം ദ മമ്മി എന്ന സിനിമയുടെ നേരെ തുടർച്ചയാണ് ദ മമ്മി റിട്ടേൺസ്. ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് ഇപ്പം മുകളിൽ കാണിക്കും. മാത്രമല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും റോക്കിനെ അറിയാമല്ലോ. ഡ്വെയ്ൻ ജോൺസൺ അങ്ങനെ അഭിനയിച്ച ആദ്യത്തെ സിനിമയാണിത്. മമ്മി ആദ്യ ഭാഗത്തിലുള്ള അതേ കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ രണ്ടാമത്തെ സിനിമയിലുള്ളത്. എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഈ ഡ്വെയ്ൻ ജോൺസൺ ആണ്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അത് ആരാണെന്നുള്ളത് നമുക്ക് കഥ പറയുമ്പോൾ കാണാം. ഈ കഥ ആരംഭിക്കുന്നത് BC 3067 ആ കാലഘട്ടത്തിൽ വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. സ്കോർപിയോൺ കിങ് എന്നാണ് അയാളുടെ പേര്. ഒന്നിനോടും അയാൾക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകം മൊത്തം പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അയാൾ. അതിനുവേണ്ടി പല രാജ്യങ്ങളിലും ചെന്നിട്ട് അയാൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലും അങ്ങനെ ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ആയിരക്കണക്കിന് വരുന്ന അയാളുടെ പടയാളികളെയും കൂട്ടിയിട്ട് അവരിപ്പോൾ ഈജിപ്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് വളരെ വലിയൊരു യുദ്ധമാണ്. 7 വർഷത്തോളം ആ യുദ്ധം നീണ്ടുനിന്നു. പക്ഷേ സ്കോർപിയോൺ കിങ് വിചാരിച്ച പോലെ അയാൾക്കതിൽ ജയിക്കാൻ സാധിച്ചില്ല. ഏകദേശം അയാളുടെ മുഴുവൻ ആർമികളെയും ഈജിപ്തിലെ ആൾക്കാർ കൊന്നു കളഞ്ഞു. ആകെ ബാക്കിയായിരിക്കുന്നത് സ്കോർപിയോൺ കിങ്ങും അയാളുടെ കുറച്ച് പടയാളികളും മാത്രമാണ്. അവരിപ്പോ ആംഷെയർ എന്ന് പറയുന്ന ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വിശപ്പും ദാഹവും കൊണ്ട് വല്ലാതെ തളർന്നിട്ടുണ്ടവർ. ഒരടി പോലും അവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ മരുഭൂമിയിൽ മരിച്ചു വീണോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഇപ്പോൾ സ്കോർപിയോൺ കിങ് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അയാളും ഏകദേശം മരിക്കാറായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അവസരത്തിൽ അയാൾ ദൈവത്തിനെ വിളിക്കുകയാണ്. അനൂബിസ് എന്ന് പറയുന്ന ദൈവത്തിനെയാണ് അയാൾ വിളിക്കുന്നത്. ഈ അനൂബിസിനെ കുറിച്ചിട്ട് നമ്മൾ മമ്മിയുടെ ആദ്യ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് ഗോഡ് എന്നാണ് അനൂബിസിനെ പറയുന്നത്. സ്കോർപിയോൺ കിങ് അനൂബിസിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ശത്രുക്കളെ കീഴടക്കാൻ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വിജയത്തിന് ശേഷം എന്റെ ആത്മാവ് ഞാൻ നിന്നിൽ അർപ്പിക്കുന്നതാണ് എന്നാണ് സ്കോർപിയോൺ കിങ് അനൂബിസിന് കൊടുക്കുന്ന വാക്ക്. അനൂബിസ് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്നിട്ട് ഒരു വലിയ തേളിപ്പം സ്കോർപിയോൺ കിങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അയാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ തേളിനെ പിടിച്ച് തിന്നാണ്. അതോടൊപ്പം തന്നെ ആ മരുഭൂമിയിൽ മൊത്തം മരങ്ങൾ വളരാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ആ മരുഭൂമി ഇപ്പോൾ കാടായിട്ട് മാറിയിരിക്കുകയാണ്. ഒയാസിസ് ഓഫ് ആംഷെയർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അങ്ങനെ അനൂബിസ് വാക്കു വലിച്ചു. അനൂബിസിന്റെ മുഴുവൻ ആർമിയെയും ഇപ്പോൾ സ്കോർപിയോൺ കിങ്ങിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഒരു കുറുക്കനെ പോലെ ഇരിക്കുന്ന യോദ്ധാക്കളാണ് ഈ ആർമി മൊത്തത്തിലുള്ളത്. അവറ്റകളെല്ലാം കൂടെ വന്നിട്ട് ഈജിപ്തിനെ മൊത്തത്തിൽ അറ്റാക്ക് ചെയ്യാണ്. വളരെ പെട്ടെന്ന് തന്നെ സ്കോർപിയോൺ കിങ്ങിന്റെ മുഴുവൻ ശത്രുക്കളെയും ആ ആർമി കൊന്നൊടുക്കുകയാണ്. അങ്ങനെ ഈ യുദ്ധത്തിൽ സ്കോർപിയോൺ കിങ് ആണ് ജയിച്ചത്. പക്ഷെ ഉടനെ തന്നെ അവന് വാക്കു വലിച്ചേ പറ്റൂ. അതുകൊണ്ട് അനൂബിസ് പെട്ടെന്ന് അവന്റെ ആത്മാവിനെ വലിച്ചെടുക്കുകയാണ്. അവന്റെ ആത്മാവ് വലിച്ചെടുത്തതിനോടൊപ്പം തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് ഊരി താഴേക്ക് വീഴുന്നുണ്ട്. അതിപ്പോ മണ്ണിൽ പൊതഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ സ്കോർപിയോൺ കിങ് പോയി കഴിഞ്ഞപ്പോ ഇനി ആ ആർമിയുടെ ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവറ്റകളെല്ലാം വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ 1933 നമ്മുടെ റിക്കിന്റെയും ഏവലിന്റെയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവർക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അവന്റെ പേര് അലക്സ് എന്നാണ്. ഇപ്പോൾ അവരെല്ലാവരും കൂടിയാണ് ഈ നിധിവേട്ടയ്ക്കൊക്കെ നടക്കുന്നത്. ഇന്നത്തെ ദിവസവും അവരൊരു സാധനവും അന്വേഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ റിക്കിനെ പോലെ തന്നെയാണ് അവന്റെ മകനായ അലക്സും. ഒരു പേടിയുമില്ല, എവിടെ വേണമെങ്കിലും കയറി ചെല്ലും. ഈ ഒരു അവസരത്തിൽ അവന്റെ പുറകെ അലക്സ് വരുന്നത് കാണുമ്പോൾ റിക്ക് ആണെങ്കിൽ അവനെ ഓടിച്ചു വിടുകയാണ്. നീ ഇതുപോലത്തെ സ്ഥലത്തേക്കൊന്നും വരണ്ട, നീ പുറത്തു പോയിട്ട് വെയിറ്റ് ചെയ്യ്, ഞാനും അമ്മയും കൂടെ ഉടനെ അങ്ങോട്ട് വരാം എന്നൊക്കെയാണ് റിക്ക് പറയുന്നത്. അതിനുശേഷം അവൻ അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ഏവലിനും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെയാണ് ഇപ്പൊ അവിടേക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സെർച്ചിങ്ങിനിടയിൽ ഒരുപാട് തേളുകളൊക്കെ അവർ കാണുന്നുണ്ട്. പക്ഷെ ഇതിലും വലിയ സാധനങ്ങളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് അവരതിനെയൊന്നും വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ല. അവരുടെ സെർച്ച് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു ടീമും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ റിക്കും ഏവലിനും എന്താണോ എടുക്കാൻ പോയിരിക്കുന്നത് അത് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവന്മാരും വന്നിരിക്കുന്നത്. അവന്മാർ ആ കോട്ടയ്ക്കകത്തേക്ക് കയറുമ്പോൾ അലക്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്മാര് കാണുന്നതിന് മുമ്പ് തന്നെ അലക്സ് അവിടെ മുകളിലേക്ക് കയറി ഒളിക്കുകയാണ്. ഇതേ സമയം തന്നെ റിക്കും ഏവലിനും നടന്നൊരു ഹാളിൽ എത്തിയിട്ടുണ്ട്. ആ ഹാളിൽ എത്തിക്കഴിയുമ്പോഴാണ് ഏവലിൻ എന്തൊക്കെയോ ഒരു വിഷൻ വരുന്നത്. ഇതിനു മുമ്പ് അവൾ ആ സ്ഥലത്ത് വന്നതുപോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവളുടെ ആ വിഷനിൽ ഒരു ലേഡി അവിടുത്തെ ഡോറ് തുറക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. ആ ഡോറിന്റെ ലോക്ക് ഒരു പ്രത്യേക തരത്തിൽ തിരിച്ചിട്ടാണ് ആ ലേഡി തുറക്കുന്നത്. അങ്ങനെ ആ വിഷം മാഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണോ ആ ലേഡി ആ ലോക്ക് തിരിച്ചത് അതുപോലെ തന്നെ അവളും ചെന്നിട്ട് ആ ലോക്ക് തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അത് തുറന്നു വരികയും ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ശരിക്കും അവർക്ക് അത്ഭുതമാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷം വന്നത് എന്ന് അവളെ എത്ര ആലോചിച്ചിട്ട് അവർക്ക് പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ അവർ ആ വാതിൽ തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് കയറുകയാണ്. അവർ നോക്കുമ്പോൾ ആ സ്കോർപിയോൺ കിങ്ങിന്റെ എംബ്ലം അവിടെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ താഴത്തായിട്ട് ഒരു
ഒരു ബോക്സും ഇരിക്കുന്നുണ്ട്. ആ ബോക്സ് തുറക്കാനുള്ള ഒരു കീ അതിന്റെ തൊട്ടടുത്തായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. അവൾ വേഗം തന്നെ അത് വെച്ചിട്ട് ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്തുണ്ടായിരുന്നത് അനൂബിസിന്റെ ബ്രേസ്ലെറ്റ് ആണ്. അത് കണ്ട ഉടനെ തന്നെ അവൾ അത് കയ്യിലേക്ക് എടുക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും നേരത്തെ വന്ന കൂട്ടത്തിലെ ഒരുത്തൻ അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവരങ്ങോട്ട് വന്നിരിക്കുന്നതും ആ ബ്രേസ്ലെറ്റ് അന്വേഷിച്ചിട്ടാണ്. റിക്കും എവലിനും അത് എടുത്തിരിക്കുന്നത് കാണുമ്പോൾ അവൻ അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് അവിടെ മൊത്തം കുലുങ്ങുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവനാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ചോടി പോവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കുലുങ്ങുന്നത് എന്നവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ എവലിൻ വേഗം ആ ബോക്സിൽ എഴുതിയിരിക്കുന്ന വായിക്കാൻ തുടങ്ങി. ഈ ബ്രേസ്ലെറ്റിന് ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈൽ നദി മൊത്തം അതിന്റെ അകത്തേക്ക് ഒഴുകി വരും എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും വെള്ളം മൊത്തം അതിനകത്തേക്ക് ഇരച്ചു കയറി വരുന്നുണ്ട്. അതിനിടയിൽ കൂടെ വളരെ കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഇതേ സമയം മറ്റവന്മാരാണെങ്കിൽ അലക്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. അവരിപ്പോ അവനെ പിടിക്കാൻ ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കുലുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവനെ വിട്ട് അവർ വേഗം തന്നെ തിരിച്ചു പോവാണ്. ഇതേ സമയം തന്നെ റിക്കും എവലിനും ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലാണ്. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അവരെ കൊണ്ടാവുന്ന വിധത്തിൽ അവരതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ അലക്സ് നിൽക്കുന്ന സ്ഥലത്തെ കുറെ തൂണുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. അതിലൊരു തൂൺ അവിടെയുള്ള ഒരു ചുമരിലേക്കാണ് ചെന്ന് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ചുമര് മൊത്തം പൊളിഞ്ഞിട്ട് അതിലൂടെ വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ ഒരു വഴിയാണ് റിക്കും എവലിനും രക്ഷപ്പെടുന്നത്. അവർ നേരെ ചെന്ന് വീഴുന്നത് അലക്സിന്റെ മുന്നിലേക്കാണ്. അവനൊരു കുഴപ്പവും പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവരാകെ സമാധാനത്തിലിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് ഹമനപ്ത്രയാണ്, അതായത് ദ സിറ്റി ഓഫ് ഡെഡ്. ഇവിടെ വെച്ചിട്ടാണ് മമ്മി ഫസ്റ്റ് അവസാനിച്ചത്. അതായത് ഇംഹോട്ടപ്പിന്റെ ശരീരം ഇപ്പോൾ ഇവിടെയാണുള്ളത്. അവിടെ ഇപ്പോൾ ഒരു കുഴിച്ചെടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹഫീസ് എന്ന പേരുള്ള ഒരാളുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവർ ശ്രമിക്കുന്നത് ഇംഹോട്ടപ്പിന്റെ ആ അസ്ഥികൂടം കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കൂട്ടത്തിൽ മീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇവൾ അനക്സുനാമിന്റെ പുനർജന്മമാണ്. ഇവളുടെ കഴിഞ്ഞ ജന്മത്തെ കഥകളെ കുറിച്ചിട്ടൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇംഹോട്ടപ്പിനെ കുഴിച്ചെടുക്കുക എന്നത് ഇപ്പോൾ ഇവളുടെയും കൂടെ ആവശ്യമാണ്. അവളുടെ കയ്യിൽ ആ 2 പുസ്തകങ്ങളും ഉണ്ട്. അതായത് മരിച്ചവരുടെ കറുത്ത പുസ്തകവും അമുണ്ട്രായുടെ സ്വർണ്ണ പുസ്തകവും. ഈ 2 പുസ്തകങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടതാണ്. അതായത് കറുത്ത പുസ്തകം വായിക്കുകയാണെങ്കിൽ മരിച്ച ഒരാളെ പുനർജീവിപ്പിക്കാൻ സാധിക്കും. അതുപോലെ സ്വർണ്ണ പുസ്തകം വായിക്കുകയാണെങ്കിൽ അയാളുടെ ജീവൻ എടുക്കാനും സാധിക്കും. അങ്ങനെ അവർ ആ പുസ്തകമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്താണെങ്കിൽ ആ കുഴിച്ചെടുക്കലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കുഴിച്ചു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ വണ്ടുകളെല്ലാം പുറത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് അവിടെയുള്ള മുഴുവൻ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ മീലയ്ക്കും കൂട്ടർക്കും സന്തോഷമാണ് തോന്നുന്നത്. കാരണം വണ്ടുകളെ കണ്ടെങ്കിൽ ഉടനെ തന്നെ അവർക്ക് ഇംഹോട്ടപ്പിന്റെ ശരീരം കണ്ടെത്താൻ പറ്റും എന്ന കാര്യം ഉറപ്പായി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ആളുകളെല്ലാം ചേർന്നിട്ട് ആ വണ്ടുകളെല്ലാം കത്തിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ വീണ്ടും കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം അവർക്ക് ഇംഹോട്ടപ്പിന്റെ ശരീരം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി. ഈ സമയം നേരത്തെ ആ ബ്രേസ്ലെറ്റ് എടുക്കാൻ പോയ ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. അവന്മാര് പറയുന്നത് ഞങ്ങൾക്ക് ആ ബ്രേസ്ലെറ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷെ അത് മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ അതും കൊണ്ട് ലണ്ടനിലേക്കാണ് പോയിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ ഇപ്പൊ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഹഫീസിന്റെ നേതൃത്വത്തിൽ അവർ ഉടനെ തന്നെ ലണ്ടനിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. റിക്കും എവലിനും ഇപ്പോ ലണ്ടനിലുള്ള അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരിപ്പോ വന്ന് കയറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് സെറ്റിൽ ആവാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ഈ സമയം തന്നെ അലക്സ് ആണെങ്കിൽ ആ ബ്രേസ്ലെറ്റ് ഇരിക്കുന്ന ബോക്സും കൊണ്ട് നടക്കുകയാണ്. അവൻ ഇത് എവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെ അവന്റെ പാരന്റ്സിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരതിനൊന്നും മറുപടി പറയുന്നില്ല. അവരാണെങ്കിൽ റൊമാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അലക്സ് ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അതിൽ ആ ബ്രേസ്ലെറ്റ് ഇരിക്കുന്നത് കാണുമ്പോൾ അവന് ശരിക്കും കൗതുകമായി. അവൻ വേഗം തന്നെ അത് കയ്യിലേക്ക് എടുക്കുന്നു. അതോടൊപ്പം തന്നെ അത് അവന്റെ കയ്യിലേക്ക് കയറിയിട്ട് അത് ലോക്ക് ആവുകയാണ്. അത് ലോക്കായി കഴിയുമ്പോൾ ചില വിഷ്വൽസ് ഒക്കെ ആ ബ്രേസ്ലെറ്റ് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം കാണിക്കുന്നത് ഒരു പിരമിഡാണ്. രണ്ടാമത് കാണിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ മരുഭൂമിയാണ്. മൂന്നാമത് കാണിക്കുന്നത് എന്തോ കോട്ട പോലുള്ള ഒരു സംഭവമാണ്. എന്താണ് ഇതൊക്കെ എന്ന് അവന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അവൻ ആ ബ്രേസ്ലെറ്റ് ഊരി മാറ്റാൻ ശ്രമിച്ചിട്ട് അവനെ കൊണ്ട് അത് സാധിക്കുന്നുമില്ല. അത് അവന്റെ അച്ഛനും അമ്മയും എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവന് നല്ല രീതിയിൽ വഴക്ക് കേൾക്കും എന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ഷർട്ട് വെച്ചിട്ട് അത് മറച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് എവിലിന്റെ ബ്രദറായ ജൊനാഥൻ അങ്ങോട്ട് വരുന്നത്. അവന്റെ കൂടെ അവന്റെ പുതിയ ഗേൾഫ്രണ്ടും ഉണ്ട്. ഈ ഒരിടയ്ക്ക് ജൊനാഥൻ ഒരു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയതിന് ശേഷം അവൻ എപ്പോഴും അതും കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ അവരൊരു റൂമിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് ആ ഹഫീസും ആൾക്കാരും അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ വേഗം തന്നെ അയാളെ പിടിച്ചു കെട്ടുകയാണ്. അതിനുശേഷം ഹഫീസ് ചോദിക്കുന്നത് ആ അനൂബിസിന്റെ ബ്രേസ്ലെറ്റ് എവിടെയാണെന്നാണ്. പക്ഷെ ജൊനാഥൻ ആ ബ്രേസ്ലെറ്റിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് മീല അങ്ങോട്ട് വരുന്നത്. അവളുടെ കയ്യിൽ ഒരു പാമ്പും ഉണ്ട്. അവൾ അതിനെ ജൊനാഥന്റെ അടുത്തേക്കാണ് കൊണ്ടുവന്നത്. മര്യാദയ്ക്ക് ആ ബ്രേസ്ലെറ്റ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ ഈ പാമ്പിനെ കൊണ്ട് നിന്നെ കടിപ്പിച്ചിട്ട് നിന്നെ കൊല്ലും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പെട്ടെന്നാണ് റിക്ക് അങ്ങോട്ട് കയറി വരുന്നത്. അവനെ കണ്ട ഉടനെ തന്നെ അവൾ ആ പാമ്പിനെ എടുത്തിട്ട് റിക്കിന്റെ ദേഹത്തേക്ക് എറിയുന്നു. അവനാണെങ്കിൽ അതിനെ തട്ടി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് അവിടെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ
എവ്ലിന്റെ അടുത്താണ് അലക്സ് നിൽക്കുന്നത്. അവന്റെ കയ്യിൽ ആ ബോക്സും ഇരിക്കുന്നുണ്ട്. അവിടേക്കും ആ ഹഫീസിന്റെ ആൾക്കാർ വരുന്നുണ്ട്. ആ ബോക്സ് തട്ടിപ്പറിക്കാനാണ് അവരുടെ ശ്രമം. പക്ഷെ എവ്ലിൻ അതിന് സമ്മതിക്കുന്നില്ല. അവൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ആർഡത്തും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവനും എവ്ലിന്റെ കൂടെ കൂടിയിട്ടാണ് അവരിപ്പോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവ്ലിൻ വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ ഇതിനു മുമ്പ് അങ്ങനത്തെ ഫൈറ്റ് ഒന്നും പഠിച്ചിട്ടുമില്ല. എങ്ങനെയാണ് അവൾക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. എങ്കിലും അത്ഭുതപ്പെടാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അവൾ ആ ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ആ ഫൈറ്റിൽ ജയിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഹഫീസിന്റെ ആളുകളൊക്കെ അവർ ഇടിച്ചിട്ടതിന് ശേഷം വേഗം തന്നെ എവ്ലിനെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ സമയമാകുമ്പോഴേക്കും ജൊനാഥനും റിക്കും കൂടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ ആ ഹഫീസിന്റെ ആൾക്കാർ ഏവിലിനെ പിടിച്ചോണ്ട് പോകുന്നതാണ് കാണുന്നത്. അത് കാണുന്ന റിക്ക് അവരുടെ പുറകെ ഓടുന്നുണ്ട്. പക്ഷെ ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് വന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൻ അവരുടെ പുറകെ പോകാനും സാധിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും ചേർന്നിട്ട് ഏവിലിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതൊക്കെ കണ്ട് ആകെ നിരാശയിൽ നിൽക്കാണ് റിക്ക്. ഈ സമയമാകുമ്പോഴേക്കും ആർഡത്ത് അലക്സിനെയും കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവന് കുഴപ്പമൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ റിക്കിന് കുറച്ചൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഈ സമയം ആർഡത്ത് അവനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഈ ഫോട്ടോയിൽ കാണുന്നവനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഏവ്ലിനെ കണ്ടുപിടിക്കാം എന്നാണ് അവൻ പറയുന്നത്. ആ ഫോട്ടോ കാണുമ്പോൾ അലക്സ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇയാള് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് അവൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവർ നേരെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ആർഡത്ത് വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ഹഫീസിന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. അവളാണ് ആ ഹഫീസിനെയും കൂട്ടിയിട്ട് ഹംനപ്തറയിലേക്ക് പോയത്. അവരുടെ ഉദ്ദേശം ആ ഇംഹോട്ടപ്പിനെ പുനർജീവിപ്പിക്കാനാണ്. ആ ബ്രേസ്ലെറ്റ് വെച്ചിട്ട് അവരെന്തോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ബ്രേസ്ലെറ്റിന്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, അത് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അലക്സ് അത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആ ബ്രേസ്ലെറ്റ് അവന് കാണിച്ചു കൊടുത്ത വിഷ്വൽസിനെ കുറിച്ചൊക്കെ അവരോട് പറയാൻ തുടങ്ങി. അതെല്ലാം കേട്ട് അവരാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അവർ വേഗം തന്നെ ഏവ്ലിനെ അന്വേഷിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ആർഡത്ത് മറ്റൊരു കാര്യം കൂടെ അവരോട് പറയാണ്. അതായത് ആ ബ്രേസ്ലെറ്റ് ഇപ്പോൾ ഇരിക്കുന്നത് അലക്സിന്റെ കയ്യിലാണ്. അതൊരാളുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്രേസ്ലെറ്റ് ഓൺ ആവും. അങ്ങനെ വരുമ്പോൾ 7 ദിവസത്തിനുള്ളിൽ ആ സ്കോർപിയോൺ കിങ് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അനൂബിസിന്റെ മൊത്തം ആർമിയും കൊണ്ടായിരിക്കും അവൻ വരിക. ആ ഒരു യുദ്ധത്തിൽ ആർക്കെങ്കിലും അവനെ തോൽപ്പിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ തിരിച്ച് പാതാളത്തിലേക്ക് തന്നെ അയക്കാൻ പറ്റും. മാത്രമല്ല അവന്റെ ആർമിയെ വെച്ചിട്ട് ഈ ലോകം മൊത്തം കീഴടക്കാനും സാധിക്കും എന്നൊക്കെയാണ് ആർഡത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ റിക്കിന് ഒരു കാര്യം മനസ്സിലായി. സാധാരണ ഒരു മനുഷ്യന് സ്കോർപിയോൺ കിങ്ങുമായിട്ടൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അതിന് ഇംഹോട്ടപ്പ് തന്നെ വേണം. അതുകൊണ്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ ഇംഹോട്ടപ്പിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവർ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെത്തി. അതിനുശേഷം അതിനകത്തേക്ക് കയറി പരിശോധിക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആ ബിൽഡിങ്ങിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഇംഹോട്ടപ്പിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള പ്രക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏവ്ലിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹഫീസ് ആണെങ്കിൽ ആ പുസ്തകം ഉറക്കെ വായിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇംഹോട്ടപ്പിന്റെ ആ ശരീരവും നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം റിക്കോ ആർഡത്തും കൂടെ ആ ബിൽഡിങ്ങിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ കുറെ മമ്മികളാണ്. അവറ്റകൾക്കെല്ലാം ജീവൻ വെച്ചിട്ടുണ്ട്. പക്ഷെ കണ്ണാടിക്കൂട്ടിലായതുകൊണ്ട് തന്നെ അവറ്റകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ അതിലെ നടന്നിട്ട് അവർ നേരെ അവിടുത്തെ അപ്സ്റ്റേഴ്സിലേക്കാണ് ചെല്ലുന്നത്. അവർ നോക്കുമ്പോൾ ഇംഹോട്ടപ്പിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പുസ്തകം എല്ലാം വായിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇംഹോട്ടപ്പ് അതിനകത്തു നിന്ന് പുറത്തേക്ക് വരികയാണ്. അതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി. പക്ഷെ അവനെ കാണുമ്പോൾ ഏവ്ലിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ചോദിക്കുന്നത് ഇത് ഏതാണ് വർഷം എന്നാണ്. ഇത് സ്കോർപിയോൺ ഇയർ ആണ് എന്നാണ് ഹഫീസ് മറുപടി പറയുന്നത്. അത് കേൾക്കുന്ന ഇംഹോട്ടപ്പിനാണെങ്കിൽ ശരിക്കും സന്തോഷമായി. ഈ സമയത്താണ് മീൽ അങ്ങോട്ട് വരുന്നത്. ഏവ്ലിനും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്തും അവൾക്കൊരു വിഷൻ വരികയാണ്. പഴയ കാലത്തുള്ള അനക്സുനാമിനെയാണ് അവൾ കാണുന്നത്. ഒരു സെക്കൻഡ് നേരത്തേക്ക് ആ വിഷം വരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ അത് മാഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ മീല നേരെ ചെല്ലുന്നത് ഇംഹോട്ടപ്പിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം ഞാൻ അനക്സുനാമിന്റെ പുനർജന്മമാണ് എന്നാണ് അവൾ അയാളോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ശരീരം കൊണ്ട് മാത്രമേ അനക്സുനാമനായിട്ടുള്ളൂ. നമുക്ക് ഉടനെ തന്നെ അവളുടെ ആത്മാവിനെ പാതാളത്തു നിന്ന് വിളിച്ചിട്ട് നിന്റെ ശരീരത്തിലേക്ക് കയറ്റാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രണയം വീണ്ടും ആരംഭിക്കാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇതേ സമയം തന്നെ ഹഫീസും മറ്റൊരാളും കൂടെ ആ ബ്രേസ്ലെറ്റിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതിനകത്ത് ആ ബ്രേസ്ലെറ്റ് ഉണ്ട് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആ ബ്രേസ്ലെറ്റ് കാണുന്നില്ല. ഈ സമയത്താണ് ഇംഹോട്ടപ്പ് ഏവിലിനെ ശ്രദ്ധിക്കുന്നത്. അവളെ വീണ്ടും കാണുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ഉടനെ തന്നെ കൊല്ലാനാണ് അയാൾ ഉത്തരവിടുന്നത്. അതിനെ തുടർന്ന് ആ ആളുകളെല്ലാം അവളെ അവിടുത്തെ തീയിലേക്ക് ഇടാൻ തുടങ്ങുകയാണ്. പെട്ടെന്നാണ് റിക്ക് അങ്ങോട്ട് ചാടി വീഴുന്നത്. അതിനുശേഷം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ അവൻ വേഗം തന്നെ അവളുടെ കെട്ടുകളൊക്കെ അഴിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ മൊത്തം തീ പിടിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ അതിൽ കത്തിപ്പോകുന്നുണ്ട്. അതിനിടയിൽ കൂടെ
സഹായത്തോടെ അവരവിടെ നിന്ന് ഓടി നേരെ മുകളിലേക്ക് ചെല്ലുന്നു. ഈ സമയം ഇംഹോട്ടപ്പ് ആണെങ്കിൽ ഒരു ഭരണി കയ്യിലെടുത്തിട്ടുണ്ട്. അയാൾ എന്തൊക്കെയോ മന്ത്രം ചൊല്ലി അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ട മമ്മികളാണ് പുറത്തേക്ക് വരുന്നത്. അവർ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ റിക്കിനെയും കൂട്ടരെയും കൊല്ലാനാണ് അയാൾ ഉത്തരവിടുന്നത്. അത് കേൾക്കുമ്പോൾ ആ മമ്മികളെല്ലാം അവരുടെ പുറകെ പോവാണ്. അങ്ങനെ റിക്കും കൂട്ടരും നേരെ ഓടി ചെല്ലുന്നത് പുറത്തു നിൽക്കുന്ന അലക്സിന്റെയും ജൊനാഥന്റെയും അടുത്തേക്കാണ്. അവരുടെ കാറ് കേടായതുകൊണ്ട് തന്നെ ജൊനാഥൻ ഒരു ബസ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും അതിൽ കയറി അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഈ സമയം ആ മമ്മികൾ എല്ലാവരും അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിൽ അവരെയും വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ മമ്മികളുമായിട്ടുള്ള ഒരു കിടിലൻ ചേസിംഗ് ആണ് ഇനി നടക്കുന്നത്. അതിനിടയിൽ ആ മമ്മികളാണെങ്കിൽ ആ ബസ്സിനകത്തേക്ക് കയറിയിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനെയും അവന്മാർ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മമ്മികളെയും നശിപ്പിച്ചിട്ട് അവരിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിന്റെ മുകളിലാണ് എത്തി നിൽക്കുന്നത്. എല്ലാ മമ്മികളും പോയതുകൊണ്ട് തന്നെ അവരാകെ സമാധാനത്തിൽ നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് ആ ഹഫീസിന്റെ ആളുകളൊക്കെ അങ്ങോട്ട് വന്നിട്ട് അലക്സിനെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നത്. അവന്റെ കയ്യിലാണ് ആ ബ്രേസ്ലെറ്റ് ഇരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതാണ് അവരിപ്പോ അവനെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. റിക്ക് അവന്റെ പുറകെ ഓടുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ ലണ്ടൻ ബ്രിഡ്ജ് ആണെങ്കിൽ മുകളിലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് അവന് കടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനാകെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം തന്നെ ഇംഹോട്ടപ്പ് ഇപ്പോൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഉടനെ തന്നെ ആംഷെയറിലേക്ക് പോകണം, എന്നിട്ട് ആ സ്കോർപിയോൺ കിങ്ങിനെ കൊന്നിട്ട് അവന്റെ ആർമിയെ മൊത്തം സ്വന്തമാക്കണം, അങ്ങനെ ഈ ലോകം തന്നെ നമുക്ക് പിടിച്ചടക്കാം എന്നൊക്കെയാണ് ഇംഹോട്ടപ്പ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഹഫീസ് സംസാരിക്കാൻ തുടങ്ങി. ഒരു ചെറിയ പ്രശ്നമുണ്ട് പ്രഭു, അവരുടെ കയ്യിൽ ആ ഓസിറിസിന്റെ സെപ്റ്റർ ഉണ്ട്. അത് കിട്ടാതെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഈ ഓസിറിസിന്റെ സെപ്റ്റർ എന്ന് പറയുന്നത് ജൊനാഥനെ കാണിച്ചപ്പോൾ അവന്റെ കയ്യിൽ ഒരു സ്റ്റിക്ക് ഇരിക്കുന്നില്ലായിരുന്നു. അതിനാണ് ഈ ഓസിറിസിന്റെ സെപ്റ്റർ എന്ന് പറയുന്നത്. ഹഫീസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇംഫോട്ടപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആംഷെയറിലേക്ക് എത്തുമ്പോൾ തന്നെ എന്റെ ശക്തികളൊക്കെ വർദ്ധിക്കും. അതുകൊണ്ട് സ്കോർപിയോൺ കിങ്ങിനെ കൊല്ലാൻ വേണ്ടി എനിക്ക് ആ സെപ്റ്ററിന്റെ ആവശ്യമില്ല എന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ നേരെ മീലയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അവളെ കിസ് ചെയ്യാൻ തുടങ്ങി. ആ സെക്കൻഡിൽ തന്നെ അവരൊന്ന് പഴയ കാലത്തേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവൾക്കാണ് ഈ ശരിക്കും അത്ഭുതമായി. അവൾ ഉടനെ തന്നെ അയാളെ കിസ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അവർ പ്രസന്റിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ അവർ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ട്രെയിനിൽ ആംഷെയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അലക്സും അവരുടെ കൂടെയുണ്ട്. ഈ സമയത്താണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നത്. അവരാണല്ലോ ആ ബ്രേസ്ലെറ്റ് അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ പ്രതിഫലം ഒന്നും അവർക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അത് ഉടനെ ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ മീല എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെയും കൂട്ടി നേരെ ഇംഹോട്ടപ്പിന്റെ അടുത്തേക്കാണ് കൊണ്ടുവന്നത്. ആ റൂമിലേക്ക് കയറി ഉടനെ തന്നെ ഇംഹോട്ടപ്പ് ആണെങ്കിൽ അവരുടെ മുന്നിലേക്ക് ചാടി വീഴുന്നു. അയാൾ ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും പേടിച്ചിട്ടുണ്ട്. അവർ ഉടനെ തന്നെ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതൊന്നും അയാൾ കേൾക്കുന്നില്ല. അയാൾ പെട്ടെന്ന് തന്നെ ആ കൂട്ടത്തിലുള്ള ഓരോരുത്തരെ കൊല്ലാൻ തുടങ്ങി. ഓരോരുത്തരെ കൊല്ലുന്നതോടൊപ്പം അയാളുടെ രൂപം ഇപ്പൊ പഴയതുപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ റിക്കും ടീമും കൂടെ നേരെ പോകുന്നത് റിക്കിന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവന്റെ പേര് ഇസി എന്നാണ്. അവർക്ക് ഉടനെ തന്നെ ആ മരുഭൂമിയിലേക്ക് എത്തണം. അതിന് വേണ്ടത് ഒരു പ്ലെയിൻ ആണ്. ഇവന്റെ കയ്യിൽ ആദ്യം ഒരു പ്ലെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ അത് മാറ്റിയിട്ട് ഇപ്പോൾ അതൊരു ആകാശക്കപ്പലാക്കിയിട്ടുണ്ട്. ഇനി അതിലാണ് അവർ ആ മരുഭൂമിയിലേക്ക് പോകുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആർഡത്തും അവന്റെ ആൾക്കാരും അങ്ങോട്ട് വരുന്നത്. അവനും ഇപ്പോൾ റിക്കിന്റെ കൂടെ പോകുന്നുണ്ട്. അവന്റെ കയ്യിൽ അവന്റെ പെറ്റായിട്ടുള്ള ഒരു പരുന്തുണ്ട്. അത് വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു പരുന്താണ്. ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ആ കൂട്ടാളികളും വരുന്നുണ്ട്. പക്ഷെ അവരുടെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ കുതിരപ്പുറത്തായിരിക്കും വരിക. റിക്കിന്റെയും ടീമിന്റെയും യാത്രയുടെ കാര്യങ്ങളൊക്കെ ആ ആൾക്കാർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണ് ആ പരുന്തിന്റെ ജോലി. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം ആർഡത്തിന്റെ ആൾക്കാരൊക്കെ വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം റിക്കും കൂട്ടരും പെട്ടെന്ന് തന്നെ ആ ഷിപ്പിലേക്ക് കയറുന്നു. അങ്ങനെ അവരിപ്പോൾ ആ മരുഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഇംഹോട്ടപ്പും കൂട്ടരും ആ ട്രെയിനിൽ തന്നെയാണ്. അയാൾ ഇപ്പൊ പഴയ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ മീലയ്ക്കാണെങ്കിൽ ആകെ സന്തോഷമായി. അവളിപ്പോ അയാളുടെ മുന്നിൽ വണങ്ങി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ അലക്സ് ആണെങ്കിൽ ഒരു കാവൽക്കാരന്റെ കൂടെയാണ് ഇരിക്കുന്നത്. അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനെന്താണ് വഴി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് എനിക്ക് മൂത്രമൊഴിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് അവൻ ബാത്റൂമിലേക്ക് പോകുന്നത്. അതിനുശേഷം അയാളെ പുറത്താക്കിയിട്ട് അവൻ വാതിലടയ്ക്കുന്നു. അവൻ നോക്കുമ്പോൾ ആ ക്ലോസറ്റിന്റെ അടിയിലൂടെ വലിയൊരു ദ്വാരം കാണുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവൻ ആ ട്രെയിനിന്റെ ചെയിൻ വലിക്കുന്നു. അങ്ങനെ ട്രെയിൻ നിന്ന് കഴിയുമ്പോൾ അവൻ ഇറങ്ങി ഓടാൻ തുടങ്ങി. അങ്ങനെ അവൻ ഓടിച്ചെല്ലുന്നത് ആ ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുത്ത വിഷനിലെ ആ കോട്ടയ്ക്കകത്തേക്കാണ്. അത് കാണുമ്പോൾ അവിടുത്തെ കാവൽക്കാരെല്ലാം അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിലാണല്ലോ ആ ബ്രേസ്ലെറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ ഷൂട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഇംഹോട്ടപ്പിന് ദേഷ്യമാണ് വരുന്നത്. അയാൾ പെട്ടെന്ന് അയാളുടെ കൈകൾ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ആ കാവൽക്കാരെല്ലാം തെറിച്ചു പോവാണ്. ഈ സമയം അലക്സ് ആണെങ്കിൽ ആ കോട്ടയ്ക്കുള്ളിലേക്കാണ് ചെന്നിരിക്കുന്നത്. പെട്ടെന്നാണ് ആ ബ്രേസ്ലെറ്റ് വീണ്ടും കുറെ വിഷ്വൽസ് അവന് കാണിച്ചു കൊടുക്കുന്നത്. അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇംഹോട്ടപ്പ് അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം അയാൾ അയാളുടെ ഒരു കൈ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ അവനും പൊങ്ങി വരുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ അവന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. പിന്നീട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ സമയം രാത്രിയായി. റിക്കും കൂട്ടരും സഞ്ചരിക്കുന്ന ആ ഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏവിലിൻ ആണെങ്കിൽ അവളുടെ മകനെ കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചോണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവൾക്ക് വീണ്ടും ഒരു വിഷം വരുന്നത്. അത് ആ പഴയ കാലത്തുള്ള കാര്യങ്ങളാണ്. ഇതേ സമയം ഇംഹോട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ മീലയുടെ അടുത്താണ് ഇരിക്കുന്നത്. അയാൾ ഇപ്പോ
ഇപ്പോ പഴയ കാര്യങ്ങളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏവിലിനും മീലയും ഇപ്പോൾ ഒരേ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മീല എന്ന് പറയുന്നത് അനക്സുനാമിന്റെ പുനർജന്മമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഈ ഏവിലിനും ഒരു പുനർജന്മമാണ്. ഇംഹോട്ടപ്പും അനക്സുനാമിനും കൊന്നുകളഞ്ഞ ആ ഫറവോ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ മകളുടെ പേര് നെഫിറ്റീരി എന്നാണ്. അവളുടെ പുനർജന്മമാണ് ഈ ഏവിലിൻ. അവൾ കാണുന്നത് നെഫിറ്റീരിയും അനക്സുനാമിനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. ആ ഫൈറ്റ് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫറവോയുടെ കയ്യിൽ അനൂബിസിന്റെ ആ ബ്രേസ്ലെറ്റ് ഇരിക്കുന്നുണ്ട്. ആ ഫൈറ്റിൽ ആരാണോ ജയിക്കുക അവരായിരിക്കും പിന്നീട് അങ്ങോട്ട് ആ ബ്രേസ്ലെറ്റ് സൂക്ഷിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ഫൈറ്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും നെഫിറ്റീരിക്ക് അനക്സുനാമിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ഈ ഫൈറ്റിൽ അനക്സുനാമിനാണ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബ്രേസ്ലെറ്റ് ആണെങ്കിൽ അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു. അതെല്ലാം കാണുമ്പോൾ നെഫിറ്റീരി ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയം ഫറവ അവളുടെ അടുത്ത് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അവളോട് പറയാണ്. അതായത് ആ ബ്രേസ്ലെറ്റ് അനക്സുനാമൻ സൂക്ഷിക്കട്ടെ, എന്തായാലും അവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണല്ലോ, അങ്ങനെ വരുമ്പോ നിനക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരമല്ലേ വരുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവളൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ അനക്സുനാമനാണെന്നുണ്ടെങ്കിൽ ഫറവോനെ അല്ല ശ്രദ്ധിക്കുന്നത്. അവളിപ്പോ ഇംഹോട്ടപ്പിനെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അത്രമാത്രം പ്രണയത്തിലായിരുന്നു അവർ. അങ്ങനെ ആ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് അന്ന് രാത്രി നെഫിറ്റീരി അവളുടെ റൂമിന്റെ മുകളിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് അവൾ പഴയ ആ കാഴ്ചകളൊക്കെ കാണുന്നത്. അതായത് അനക്സുനാമൻ നേരെ ഇംഹോട്ടപ്പിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ കിസ് ചെയ്യുന്നത്. അതെല്ലാം കണ്ട് അവൾ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഫറവോ അങ്ങോട്ട് കയറി വരുന്നത്. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും ഫറവോയെ കൊന്നുകളയുന്നു. അത് കാണുന്ന നെഫിറ്റീരിക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അവൾ ഉടനെ തന്നെ ആ കാവൽക്കാരെ വിളിച്ച് കാര്യം അറിയിക്കുന്നു. അങ്ങനെയാണ് ആ കാവൽക്കാരെല്ലാം മുകളിലേക്ക് ഓടി വന്നത്. ബാക്കി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടതാണല്ലോ. ഈ ഒരു വിഷനാണ് അവൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്നതിനിടയിൽ ഫറവോനെ കൊല്ലാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അവൾ പെട്ടെന്ന് അയാളെ രക്ഷിക്കാനാണെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ഷിപ്പിൽ നിന്ന് നേരെ താഴേക്ക് വീണു പോവാണ്. അത് കാണുന്ന റിക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്നിട്ട് അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ അവളെ ആ ഷിപ്പിലേക്ക് തന്നെ തിരിച്ചു കയറ്റുന്നത്. ഈ സമയം തന്നെ മീലയും ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇംഹോട്ടപ്പ് ആണെങ്കിൽ അനക്സുനാമിന്റെ ആത്മാവിനെ ആ പാതാളത്തിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്ന ഉടനെ തന്നെ ആ മീലയുടെ ശരീരത്തിലേക്ക് കയറാണ്. അങ്ങനെ മീല ഇപ്പോ പൂർണ്ണമായിട്ടും അനക്സുനാമിനായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഇംഹോട്ടപ്പ് ആണെങ്കിൽ ആകെ സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ ഏവിലിൻ ആണെങ്കിൽ അവൾ കണ്ട കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ തുടങ്ങി. അതിൽ നിന്നെല്ലാം അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഏവിലിനാണ് ആ ബ്രേസ്ലെറ്റിന്റെ പ്രൊട്ടക്ടർ. അതുകൊണ്ടാണ് അവർക്ക് റിക്കിന് അതിലേക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ സാധിച്ചത്. മാത്രമല്ല ഈ ആർഡത്ത് റിക്കിനെ കണ്ട അപ്പം മുതൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അവനും ഒരു സെഡ്ജായി ആണെന്ന്. അതായത് ഫറവോനെ സംരക്ഷിക്കുന്ന ആൾ. അവന്റെ മുൻ ജന്മത്തിൽ അവൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അവൻ കറങ്ങി തിരിഞ്ഞ് ഏവിലിന്റെ അടുത്ത് തന്നെ വന്നത്. ഇനി അവർക്കൊരു മകനുണ്ടല്ലോ, അവനും ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. കറക്റ്റ് അവന്റെ കയ്യിൽ തന്നെയാണല്ലോ ആ ബ്രേസ്ലെറ്റ് കയറി പിടിച്ചിരിക്കുന്നത്. ആ ബ്രേസ്ലെറ്റ് ആണ് സ്കോർപിയോൺ കിങ് ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇംഹോട്ടപ്പ് അവനെ പിടിച്ചോണ്ട് പോയത്. അപ്പൊ ഇവര് 3 പേരും ഈ ഗെയിമിന്റെ ഒരു പാർട്ടാണ്. അതായത് ഒരു പിരമിഡിന്റെ 3 ഭാഗങ്ങൾ. ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് എന്നൊക്കെയാണ് ആർഡത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെ എഴുതി വെച്ചതാണെങ്കിൽ ഈ കഥയുടെ അവസാനം എന്താണ് എന്നാണ് ഏവിലിൻ ചോദിക്കുന്നത്. അതിന്റെ അവസാനം ഒന്നും എനിക്ക് അറിയത്തില്ല, നമ്മുടെ യാത്രയെ കുറിച്ച് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഡെസ്റ്റിനേഷൻ എന്താണ് എന്ന കാര്യം നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് ആർഡത്ത് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ റിക്കും കൂട്ടരും എത്തിച്ചേരുന്നത് അലക്സ് ആദ്യം പോയിട്ടുള്ള സ്ഥലത്തേക്കാണ്. അവരവിടെ ചെന്നിട്ട് പരിശോധിക്കാൻ തുടങ്ങി. അവൻ അവിടെ ചില അടയാളങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടെത്തിയതിനു ശേഷം അവർ അതിന്റെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടാമത്തെ സ്ഥലത്തെത്തി. അവിടെ അവൻ ഒരു അടയാളം വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് അവൻ പല പല അടയാളങ്ങളും വിട്ടിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് റിക്കും കൂട്ടരും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഇംഹോട്ടപ്പും കൂട്ടരും ആ സ്കോർപിയൻ കിങ്ങിന്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആർഡത്ത് ആണെങ്കിൽ അവരുടെ യാത്രയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ആ പരുന്ത് വഴി ആ സെഡ്ജൈസിനെ അറിയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് അവരുടെ ഒരു വലിയ പട തന്നെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ റിക്കും കൂട്ടരും ഇപ്പോൾ ഒരു മലയിടുക്കിന്റെ ഇടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിയിലൂടെയാണ് നൈൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഏകദേശം സ്കോർപിയൻ കിങ്ങിന്റെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇംഹോട്ടപ്പ് അങ്ങോട്ട് വന്നിട്ട് അയാളുടെ പഴയ പരിപാടി വീണ്ടും ചെയ്യാൻ തുടങ്ങി. അതായത് അയാൾ ആദ്യ ഭാഗത്ത് മണലിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിവിടെ വെള്ളത്തിലാണ് അയാൾ ചെയ്യുന്നത്. അയാൾ വേഗം തന്നെ അയാളുടെ കൈകൾ ഉയർത്താൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ നൈൽ നദിയിലെ വെള്ളമെല്ലാം മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നുണ്ട്. അതെല്ലാം അവരുടെ ആ ഷിപ്പിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവർ വളരെ വേഗത്തിൽ ആ മലയിടുക്കുകളിലൂടെ പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ വെള്ളത്തിൽ ഇംഹോട്ടപ്പിന്റെ മുഖം രൂപം കൊള്ളുന്നത്. അതിപ്പോൾ അവർ
അവരെ വിഴുങ്ങാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ട് വളരെ വേഗത്തിൽ തന്നെ അവർ മുന്നോട്ട് കടക്കുന്നു. ആ പാറയിടുക്കായതുകൊണ്ട് ഇംഹോട്ടപ്പിന് അങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറെ പോയി മുന്നിലെത്തി കഴിയുമ്പോഴാണ് അവർ ആ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കാണുന്നത്. അത് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒയാസിസ് ഓഫ് ആംഷെയർ ആയിരുന്നു. അതിന്റെ നടുവിലായിട്ട് ഒരു പിരമിഡ് ഇരിക്കുന്നുണ്ട്. അതിനകത്താണ് ആ സ്കോർപിയോൺ കിങ് ഉള്ളത്. അപ്പോൾ ഇനി അവർക്ക് പോകേണ്ടതും അങ്ങോട്ട് തന്നെയാണ്. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇംഹോട്ടപ്പിന്റെ തല വീണ്ടും വരുന്നത്. അത് കാണുന്ന ഈസി ആണെങ്കിൽ വളരെ വേഗത്തിൽ ആ ഷിപ്പ് മുന്നോട്ട് ഓടിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അതിന്റെ ഇന്ധനമൊക്കെ തീർന്നു പോവാണ്. അങ്ങനെ അത് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇംഹോട്ടപ്പിന്റെ തല അങ്ങോട്ട് വന്നിട്ട് ആ ഷിപ്പിനെ തെറിപ്പിച്ച് കളയുന്നു. അങ്ങനെ അവർ നേരെ ചെന്ന് വീഴുന്നത് ആ കാട്ടിനകത്താണ്. ആ ഷിപ്പ് മൊത്തത്തിൽ തകർന്നു പോയിട്ടുണ്ട്. അവർ വേഗം തന്നെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ജൊനാഥനാണെങ്കിൽ മറ്റൊന്നും എടുത്തില്ലെങ്കിലും ആ സെപ്റ്റർ എടുക്കാൻ മറക്കുന്നില്ല. കാരണം അത് വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും എന്നാണ് അയാളുടെ വിചാരം. പക്ഷെ അത് എന്താണ് സാധനം എന്ന കാര്യമാക്കി ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവർ വേഗം തന്നെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇംഹോട്ടപ്പിന്റെ ആളുകളും ആ കാട്ടിലൂടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരും ആദ്യമായിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വഴിയൊന്നും അറിയാതെ കാണുന്ന വഴിയിലൂടെ മുന്നോട്ട് തന്നെ നടക്കുകയാണ് അവർ. പോകുന്ന വഴിക്ക് ആ ഹഫീസ് ഇംഹോട്ടപ്പിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോ സ്ഥലം മനസ്സിലായല്ലോ, ഇനി എന്തിനാണ് ആ പയ്യൻ അവനെ അങ്ങ് കൊന്നു കളഞ്ഞൂടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് പറ്റത്തില്ല, അവന്റെ കയ്യിലാണ് ആ ബ്രേസ്ലെറ്റ് ഇരിക്കുന്നത്. ആ ബ്രേസ്ലെറ്റ് ഉണ്ടെങ്കിലേ അനൂബിസിന്റെ ആർമിയെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഇംഹോട്ടപ്പ് പറയുന്നത്. അയാൾ അത് പറയുമ്പോഴാണ് ആ ബ്രേസ്ലെറ്റ് ആണ് ആ കീ എന്ന കാര്യം ഹഫീസ് തിരിച്ചറിയുന്നത്. അങ്ങനെ കുറെ പോയി മുന്നിലെത്തുമ്പോഴാണ് കുറെ ജീവികൾ അവരെ ആക്രമിക്കാൻ വരുന്നത്. ഇംഹോട്ടപ്പിന്റെ കൂട്ടത്തിലുള്ള കുറെ ആളുകൾ ആ ജീവികൾ കൊന്നു കളയുന്നുണ്ട്. ആളുകളെല്ലാം പേടിച്ച് ചെതറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇംഹോട്ടപ്പിനെ ആ ജീവികളൊന്നും ചെയ്യുന്നില്ല. അയാളെ കാണുമ്പോൾ ആ ജീവികളൊക്കെ വണങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ആ ജീവികൾ തന്നെ ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ അയാൾ വേഗം തന്നെ അനക്സുനാമിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയമാകുമ്പോഴേക്കും റിക്കും കൂട്ടരും അങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട്. അവർ വന്ന ഉടനെ തന്നെ ഇംഹോട്ടപ്പിന്റെ ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ആ ജീവികൾ അവരെ ആക്രമിക്കുന്നുണ്ട്. റിക്കും കൂട്ടരും അവരെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അലക്സ് ആണെങ്കിൽ റിക്കിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അത് കാണുന്ന റിക്ക് ഉടനെ തന്നെ അവനെയും പൊക്കിയെടുത്തിട്ട് വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ റിക്കും കൂട്ടരും കൂടെ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരിപ്പോ അലക്സിനെ കിട്ടിയ സന്തോഷത്തിലാണ്. ഈ സമയത്താണ് അലക്സ് ഒരു കാര്യം പറയുന്നത്. അത് നേരത്തെ ഇംഹോട്ടപ്പ് അവനോട് പറഞ്ഞു കൊടുത്തതാണ്. അതായത് അവന്റെ കയ്യിലാണല്ലോ ബ്രേസ്ലെറ്റ് ഇരിക്കുന്നത്. അത് കയ്യിൽ ധരിച്ചിട്ട് 7ാമത്തെ ദിവസം ആ പിരമിഡിനുള്ളിലേക്ക് സൂര്യപ്രകാശം വരുന്നതിന് മുമ്പേ അതിനകത്തേക്ക് കയറണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ബ്രേസ്ലെറ്റ് അവനെ കൊല്ലും എന്നാണ് ഇംഹോട്ടപ്പ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവസരത്തിൽ അതാണ് അവൻ അവരോട് പറയുന്നത്. അതെല്ലാം കേട്ട് അവരാകെ ഞെട്ടി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ ജീവികളൊക്കെ വീണ്ടും അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. സൂര്യനാണെങ്കിൽ ഉദിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിക്ക് അവനെയും കൊണ്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂര്യപ്രകാശം പതുക്കെ പതുക്കെ ആ പിരമിഡിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും പിരമിഡിലേക്ക് അടിക്കുന്നതിന് മുമ്പ് തന്നെ റിക്ക് അലക്സിനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ ആ പിരമിഡിന്റെ അകത്തേക്ക് ചാടുന്നു. അങ്ങനെ വളരെ ആശ്വാസത്തോടെ അവിടെ കിടക്കുമ്പോഴാണ് അവന്റെ കയ്യിലെ ആ ബ്രേസ്ലെറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അലക്സ് ആ ബ്രേസ്ലെറ്റ് എടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിയാണ്. ഈ സമയമാകുമ്പോഴേക്കും ജൊനാഥനും എവ്ലിനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ പിരമിഡൊക്കെ കണ്ട് അവരാകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഇംഹോട്ടപ്പും അനക്സുനാമിനും അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അനക്സുനാമിൻ ഒരു കത്തി വെച്ചിട്ട് എവ്ലിന്റെ വയറ്റിനിട്ട് ഒരു കുത്തു കൊടുക്കുകയാണ്. അതിനുശേഷം അവർ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും റിക്ക് അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. നല്ല കുത്താണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് അതിജീവിക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ അവൾ മരിച്ചു പോവാണ്. അതൊക്കെ കണ്ട് വളരെ വിഷമത്തോടെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. ഇതേ സമയം തന്നെ അനക്സുനാമിനും ഇംഹോട്ടപ്പും ആ പിരമിഡിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ആ സ്കോർപിയോൺ കിങ്ങിന്റെ ആ എംബ്ലത്തിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കറുത്ത രൂപം വന്നിട്ട് ഇംഹോട്ടപ്പിന്റെ ശരീരത്തിലേക്ക് കയറുന്നത്. അതോടൊപ്പം തന്നെ അവനിൽ നിന്ന് എന്തോ എടുത്തോണ്ട് പോവുകയും ചെയ്യുന്നു. അവൻ നോക്കുമ്പോൾ അവന്റെ പവറുകളൊന്നും വർക്കാവുന്നില്ല. അതിൽ നിന്നും അനൂബിസ് അവന്റെ പവറൊക്കെ എടുത്തോണ്ട് പോയി എന്ന കാര്യം അവന് മനസ്സിലായി. ഇനി അങ്ങോട്ട് പവർ ഒന്നും ഇല്ലാതെ ആവണം അവൻ സ്കോർപിയോൺ കിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത്. ഈ സമയം തന്നെ ഹഫീസ് ആണെങ്കിൽ മറ്റൊരു റൂമിലാണ് നിൽക്കുന്നത്. അയാൾ ഇപ്പൊ ആ ബ്രേസ്ലെറ്റ് എടുത്ത് കയ്യിലേക്ക് വെച്ചിട്ടുണ്ട്. അയാൾ ആ റൂമിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് തേളുകളാണ് അയാളുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ ആ ബ്രേസ്ലെറ്റ് നീട്ടി കാണിക്കുമ്പോൾ അതിൽ നിന്നൊരു ഫോഴ്സ് വന്നിട്ട് ആ തേളുകളെല്ലാം അവിടെ നിന്ന് വകഞ്ഞു മാറ്റുകയാണ്. ഈ സമയത്താണ് അയാൾ ഒരു വലിയ തേളിന്റെ പ്രതിമ കാണുന്നത്. അയാൾ വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിനകത്തുള്ള ഒരു ഹോളിലേക്ക് ആ ബ്രേസ്ലെറ്റ് വെക്കുന്നു. അതോടൊപ്പം തന്നെ ആ റൂമിൽ മൊത്തം ഒരു തരത്തിലുള്ള ലൈറ്റ് വരാൻ തുടങ്ങി. ഈ സമയം റിക്ക് ആണെങ്കിൽ ഇംഹോട്ടപ്പിനെ അന്വേഷിച്ച് അതിന്റെ അകത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ വരുന്ന ആ കോറിഡോറിലൂടെയും ആ ലൈറ്റ് കടന്നു പോകുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവം എന്ന് അവന് മനസ്സിലാവുന്നില്ല. അതൊരു സിഗ്നലാണ്. അതായത് അനൂബിസിന്റെ ആർമിയൊക്കെ ഉണർന്നിരിക്കുന്നു. അവറ്റകളെല്ലാവരും കൂട്ടത്തോടെ ആ പിരമിഡിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം
ഇംഹോട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ സ്കോർപിയോൺ കിങ്ങുമായിട്ടുള്ള ഫൈറ്റിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അരുത്, ശക്തികളൊന്നും ഇല്ലാതെ നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും മരിക്കും എന്നൊക്കെയാണ് അവള് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിന്റെ കയ്യിൽ ഈ ബുക്ക് ഇരിക്കുന്നില്ലേ, പിന്നെ ഞാൻ മരിച്ചാൽ എന്താണ് പ്രശ്നം, ഇത് വെച്ച് നിനക്ക് എന്നെ ജീവിപ്പിക്കാവുന്നല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ അനക്സുനാമിൻ അതിന് സമ്മതിക്കുന്നില്ല. അവൾ ആ പുസ്തകം അവിടെ വെച്ചിട്ട് അയാളെ പിടിച്ച് കിസ് ചെയ്യാണ്. പക്ഷെ അവൾ എന്തൊക്കെ കാണിച്ചിട്ടും അയാൾ പോയേ പറ്റൂ എന്ന് വാശി പിടിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ ആ സ്കോർപിയോൺ കിങ്ങിന്റെ അടുത്തേക്ക് പോകുന്നു. അതൊക്കെ കണ്ട് വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് അവൾ. ഈ സമയം തന്നെ ജൊനാഥൻ ഇപ്പൊ എവിലിനെയും പൊക്കിക്കൊണ്ട് വരികയാണ്. അലക്സും അവന്റെ കൂടെയുണ്ട്. ആ പുസ്തകം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയെ ജീവിപ്പിക്കാൻ പറ്റും എന്ന് അവൻ അറിയാം. അതുകൊണ്ട് തന്നെ ആ കറുത്ത പുസ്തകം അന്വേഷിച്ചിട്ടാണ് അവർ നടക്കുന്നത്. അങ്ങനെ അവർ ആ പുസ്തകം കണ്ടെത്തി. അനക്സുനാമിൻ അവിടെ നിൽക്കുന്നോണ്ട് ജൊനാഥൻ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അലക്സ് നൈസായിട്ട് ആ പുസ്തകം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം ഇംഹോട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്കോർപിയോൺ കിങ്ങിന്റെ എംബ്ലത്തിൽ ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ റിക്ക് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് ഒരു അലർച്ച കേൾക്കാൻ തുടങ്ങി. മാത്രമല്ല അവിടെ മൊത്തം കുലുങ്ങുന്നുമുണ്ട്. അവൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ അടിയിലായിട്ട് കുറെ ആത്മാക്കളെ കാണുന്നുണ്ട്. അവറ്റകളെല്ലാം മുകളിലേക്ക് നോക്കിക്കൊണ്ട് അലറിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിനാണ് അവൻ അതിലേക്ക് വീണു പോവാതിരുന്നത്. അങ്ങനെ റിക്ക് വേഗം ചെന്നിട്ട് ഇംഹോട്ടപ്പുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആ അനൂബിസിന്റെ ആർമി മൊത്തത്തിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് ആർഡത്തും അയാളുടെ കൂട്ടാളികളുമാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു കിടിലം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ അനക്സുനാമിൻ ആണെന്നുണ്ടെങ്കിൽ ജൊനാഥനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അലക്സ് ആ കറുത്ത പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് തന്നെ ആ പുസ്തകമൊക്കെ വായിച്ചിട്ട് അവന്റെ അമ്മയെ പുനർജീവിപ്പിക്കുന്നു. അതിനെ തുടർന്ന് ഏവലിൻ ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് അനക്സുനാമിനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 3 ഭാഗത്തും 3 ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ സ്കോർപിയോൺ കിങ്ങിന്റെ വാതിൽ തുറന്നു വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സ്കോർപിയോൺ കിങ് പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. അതിനെ കണ്ട് റിക്ക് ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷെ സ്കോർപിയോൺ കിങ് ഇറങ്ങിയ പാടെ നേരെ ഇംഹോട്ടപ്പിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ അയാൾ സ്കോർപിയോൺ കിങ്ങിന്റെ മുന്നിൽ വണങ്ങി നിൽക്കുന്നു. അതിനുശേഷം ഞാൻ നിങ്ങളുടെ സെർവന്റ് ആണ്, പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ നിങ്ങളെ കൊല്ലാൻ വന്നതാണ് എന്നാണ് ഇംഹോട്ടപ്പ് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ സ്കോർപിയോൺ കിങ് ആണെങ്കിൽ റിക്കിന്റെ പുറകെ പോകാൻ തുടങ്ങി. റിക്ക് ആണെങ്കിൽ അത് കണ്ട് പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. സ്കോർപിയോൺ കിങ് അവിടെ മൊത്തം തകർത്തുകൊണ്ട് റിക്കിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി അവൻ നേരെ ചെല്ലുന്നത് ഒരു ചിത്രത്തിന്റെ അടുത്തേക്കാണ്. അതിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ട്. ആ സെയിം ടാറ്റു ആണ് അവന്റെ കയ്യിലും അടിച്ചു വെച്ചിരിക്കുന്നത്. മാത്രമല്ല അയാളുടെ കയ്യിൽ ആ സെപ്റ്റർ ആണ് ഇരിക്കുന്നത്. അത് വെച്ചിട്ടാണ് സ്കോർപിയോൺ കിങ്ങിനെ കൊല്ലേണ്ടത് എന്നിങ്ങനെയുള്ള ഒരു ചിത്രമാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. ഈ സമയത്താണ് ജൊനാഥൻ അങ്ങോട്ട് വരുന്നത്. ജൊനാഥന്റെ കയ്യിലാണല്ലോ സെപ്റ്റർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അത് എറിഞ്ഞു കൊടുക്കാനാണ് റിക്ക് അവനോട് പറയുന്നത്. പക്ഷെ അവനത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഈ സമയം സ്കോർപിയോൺ കിങ് വീണ്ടും അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അത് കാണുന്ന അവനാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ സെപ്റ്റർ എങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ അലക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൊരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അതിന്റെ കൂർത്ത ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ ആ സെപ്റ്റർ ഒക്കെ ഓപ്പൺ ആക്കിയതിനു ശേഷം ജൊനാഥൻ പെട്ടെന്ന് തന്നെ അത് റിക്കിന് എറിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അവൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. അവൻ അത് എറിഞ്ഞു കൊടുത്ത ഉടനെ തന്നെ ഇംഹോട്ടപ്പ് അത് ചാടി പിടിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോർപിയോൺ കിങ്ങിനെ ആര് കൊല്ലുന്നോ അവർക്കേ അനൂബിസിന്റെ ആർമിയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അയാൾ അത് പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം അയാൾ അത് സ്കോർപിയോൺ കിങ്ങിന്റെ നേർക്കേറിയാണ്. പക്ഷെ അത് ചെന്ന് തറയ്ക്കുമ്പോഴേക്കും റിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചാടി വീഴുന്നുണ്ട്. അതിനുശേഷം വേഗം തന്നെ ആ സെപ്റ്റർ പിടിച്ചെടുക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും സ്കോർപിയോൺ കിങ് അവന്റെ നേർക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവൻ അത് വെച്ചിട്ട് അയാളുടെ നെഞ്ചിലൊരു കുത്തു കൊടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്കോർപിയോൺ കിങ് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നു. ഈ സമയം അനൂബിസിന്റെ ആർമിയൊക്കെ ആർഡത്തിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവറ്റകൾ അവിടെ നിന്ന് പൊടിഞ്ഞു പോകുന്നത്. അതൊക്കെ കണ്ട് ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ സ്കോർപിയോൺ കിങ് മരിച്ചുകൊണ്ട് അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. അതിൽപ്പെട്ട് അവർ രണ്ടുപേരും താഴേക്ക് വീണു പോകുന്നുണ്ട്. അവർ ആ ആത്മാക്കൾ കിടക്കുന്ന കിടങ്ങിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ രണ്ടുപേർക്ക് അവിടെ പിടുത്തം കിട്ടിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ് അവർ. ഈ സമയം റിക്ക് നോക്കുമ്പോൾ ഏവലിൻ അവിടെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നീ ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക് എന്നൊക്കെയാണ് അവൻ വിളിച്ചു പറയുന്നത്. പക്ഷെ റിക്കിനെ ഉപേക്ഷിച്ചിട്ട് പോവാൻ അവളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും വകവെക്കാതെ അവൾ നേരെ റിക്കിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവനെ വലിച്ചു കയറ്റുന്നു. ഈ സമയം ഇംഹോട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കാൻ വേണ്ടി അനക്സുനാമിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനക്സുനാമിൻ അയാളുടെ അടുത്തേക്ക് പോകുന്നില്ല. അവൾ ഇപ്പൊ സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്. അവൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അതൊക്കെ കണ്ട് ഇംഹോട്ടപ്പിനാകെ വിഷമമാണ് വരുന്നത്. അവളോടുള്ള പ്രണയത്തിന്റെ പേരിലാണ് അയാൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. എന്നിട്ടിപ്പോ അവൾ അയാളെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. വല്ലാത്തൊരു ഷോക്കായിരുന്നു അയാൾക്കത്. അതുകൊണ്ട് തന്നെ റിക്കിനെയും എവലിനെയും നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം അയാൾ അവിടെ നിന്ന് കൈവിടുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ ആ കിടങ്ങിലേക്ക് വീണു പോകുന്നു. ഈ സമയം അനക്സുനാമിനാണെങ്കിൽ നേരെ ഓടിച്ചെല്ലുന്നത് മറ്റൊരു റൂമിന്റെ അകത്തേക്കാണ്. അതിനകത്ത് നിറയെ തേളുകളാണ്. പെട്ടെന്ന് തന്നെ ആ തേളുകളെല്ലാം അനക്സുനാമിനെ കൊന്നു കളയുന്നു. അങ്ങനെ എല്ലാവരും വേഗം തന്നെ ആ പിരമിഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ഏരിയ മൊത്തത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാണിച്ചാലും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. തൽക്കാല രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ ആ പിരമിഡിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ കയറി അവർ
അവരിപ്പോൾ ആ പിരമിഡിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ആ പിരമിഡ് മൊത്തം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പെട്ടെന്നാണ് അവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നത്. അത് ഈസി ആയിരുന്നു. അവൻ ആ ഷിപ്പൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ അവൻ എല്ലാവരെയും ആ ഷിപ്പിന്റെ അകത്തേക്ക് വലിച്ചു കയറ്റാണ്. അങ്ങനെ എല്ലാവരും കയറിക്കഴിഞ്ഞ് ഇനി ജൊനാഥൻ മാത്രമാണ് ബാക്കിയുള്ളത്. അവനെ വലിച്ചു കയറ്റാൻ തുടങ്ങുമ്പോൾ ആ പിരമിഡിന്റെ മുകളിലായിട്ട് സ്വർണത്തിന്റെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അവൻ അതും കൂടെ തൂക്കിയെടുത്തിട്ടാണ് ആ ഷിപ്പിലേക്ക് കയറുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ഷിപ്പായിട്ട് അവിടെ നിന്ന് പറന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ആ പിരമിഡ് പൂർണ്ണമായിട്ടും താഴ്ന്നു പോവാണ്. അങ്ങനെ ആ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ഇപ്പൊ ശാന്തമായിട്ടുണ്ട്. അവരിപ്പോ ആ മരുഭൂമിയുടെ മുകളിലൂടെയാണ് പറന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നോക്കിക്കൊണ്ട് ആർഡത്തും അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു കിടിലം മൂവിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.